ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ മൈ ലൈഫാണ് കേട്ടോ. അത് ഞാൻ നാട്ടിൽ വന്നതിന് ശേഷത്തെ എൻ്റെ ഫസ്റ്റത്തെ ഒരു ഡേ മൈ ലൈഫാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ട് നമ്മൾ വെള്ളമൊക്കെ കുടിച്ചിട്ടോ. പിന്നെ ഒന്നും വിചാരിക്കരുത്, പുറത്തുനിന്ന് കുറേ കാക്കയുടെയും പൂച്ചയുടെയും കോഴിയുടെയും ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല, ക്ഷമിക്കണേ. പിന്നെ ഞാൻ നേരെ ഡോറൊക്കെ തുറന്ന് ഉമ്മാർത്ത് പോയിട്ട് അപ്പം നല്ല മഴയൊക്കെ പെയ്ത് ഒന്ന് മണ്ണൊക്കെ നനഞ്ഞ് നല്ല മണവും നല്ലൊരു തണവും അങ്ങനെ നല്ല രസമുള്ളൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് ചുമ്മാ ഒരു വെയിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൊണ്ട് അങ്ങനെ ഇരുന്നു. പിന്നെ ഞാൻ നമ്മൾ കല്യാണം പ്രമാണിച്ച് ഷോക്കേസൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ വല്യമ്മ അവിടെ സാമ്പാർ കഷ്ണങ്ങൾ അരിയുന്നുണ്ട്, കിച്ചണിൽ തകർത്ത് പണി നടക്കുന്നുണ്ട്. പിന്നെ എനിക്ക് വേഗം വിശക്കും. ഇപ്പോൾ എണീറ്റ് അപ്പം തന്നെ വിശക്കും. പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ആണെന്ന് തോന്നുന്നു. എണീറ്റ് അപ്പം തന്നെ എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല, ബ്രഷ് എടുത്ത് അങ്ങ് പല്ലേക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അമ്മ പറയുന്നുണ്ട് എണീറ്റ് അപ്പം തന്നെ കഴിച്ചു, എനിക്ക് ഗ്യാസ് കയറിയിട്ട് പ്രശ്നമാവണ്ടെന്ന്. എനിക്കിപ്പോൾ 4th മന്ത് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ തന്നെ എനിക്ക് എന്താ പറയുക, ഗ്യാസിൻ്റെയൊക്കെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഞാൻ ദോശയും ചട്നിയും അതുപോലെ സാമ്പാറും കൂട്ടിയിട്ട് കഴിച്ചു കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ പ്രഗ്നൻസിയുടെ റിവീലിംഗ് വീഡിയോ കാര്യം അങ്ങനത്തെ ഒന്നും ഇട്ടിട്ടില്ല, അങ്ങനത്തെ ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുതന്നെയാണ് ഇപ്പോൾ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആദ്യത്തെ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിന് ശേഷം നമുക്ക് ഡോക്ടർ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റ്സൊക്കെ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ വിറ്റാമിൻ്റെ ടാബ്ലറ്റ്സൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഗൾഫിൽ ഡോക്ടർ കാണിച്ചിരുന്ന സമയത്ത് തന്നെ എനിക്കുണ്ടായിരുന്ന ടാബ്ലറ്റാണ് പ്രഗ്നകെയർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഇപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ടും ഡോക്ടർ എനിക്ക് ആ മരുന്ന് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ കാൽസ്യം ആണ് പിന്നെ ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും എനിക്ക് രാവിലെ കഴിക്കാനുള്ള ടാബ്ലറ്റ്സാണ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ കറക്റ്റ് ടൈമിൽ ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മുടങ്ങാണ്ട് എടുക്കണം. പിന്നെ നന്നായി വെള്ളം കുടിക്കണം. അപ്പോൾ അത് കാരണം എൻ്റെ കയ്യിൽ ഈ ഒരു ബോട്ടിൽ ഇപ്പോൾ എവിടെ പോയാലും ഉണ്ടായിരിക്കും കേട്ടോ. കാരണം വെള്ളം നമുക്ക് എന്തായാലും മസ്റ്റാണല്ലോ. നമ്മളോട് ഹോസ്പിറ്റലിൽ പോയാലും ഡോക്ടർമാരൊക്കെ നന്നായി വെള്ളം കുടിക്കണം എന്ന് പറയാറുണ്ട്. പിന്നെ നന്നായി ഭക്ഷണം കഴിക്കണം എന്ന് പറയാറുണ്ട്. പിന്നെ ഭക്ഷണത്തിൽ നന്നായി പ്രോട്ടീനും അതുപോലെ കാൽസ്യം, വിറ്റാമിൻസ് എല്ലാതും ആഡ് ചെയ്യണം എന്നൊക്കെ പറയൂ കേട്ടോ. പിന്നെ എൻ്റെ അനിയൻ്റെ മാരേജ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ അവരുടെ കല്യാണക്കത്തും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് കല്യാണത്തിന് ഇനി അധിക ദിവസങ്ങളൊന്നുമില്ല, അതിൻ്റെ തിരക്കാണ് കേട്ടോ വീട്ടിൽ ഫുള്ള്. പിന്നെ എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ഒരു പണിയുമില്ല, കാരണം എനിക്ക് റെസ്റ്റാണല്ലോ, റെസ്റ്റ്. അപ്പോൾ അത് കാരണം നല്ല സുഖമാണ് കേട്ടോ. പിന്നെ ഒന്നും നോക്കില്ല, വേഗം പോയി കുളിച്ചു. പിന്നെ എനിക്ക് കുളിക്കാനും പിന്നെ കുറേ കാര്യങ്ങൾക്കൊക്കെ ഒരു ഹെൽപ്പ് അത്യാവശ്യമാണ് കേട്ടോ. എനിക്ക് അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ പണിയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് തലയൊക്കെ തോർത്തി നേരെ ഞാൻ അമ്മ തറവാട്ടമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ പ്രസാദം കൊടുത്തിട്ടുണ്ടായിരുന്നു, ഈ അവിൽ, മലര്, ശർക്കര അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവമല്ലേ. അപ്പോൾ അമ്മ അത് എന്നോട് കുളി കഴിഞ്ഞ് വന്നിട്ട് കഴിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പ്രസാദം എന്നുള്ള രീതിയിൽ അപ്പം ഞാനത് കഴിക്കുകയാണ്. അപ്പോൾ കഴിക്കുന്നതിൻ്റെ ഇടയിൽ അമ്മ എന്തൊക്കെയോ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനും അതിനെന്തൊക്കെയൊക്കെയോ മറുപടി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ എല്ലാ സാധനങ്ങളും ഫസ്റ്റ് കഴിക്കുമ്പോൾ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന പോലെയാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. കാരണം പണ്ടത്തെ പോലെ എന്ത് കിട്ടിയാലും നമുക്ക് അങ്ങനെ കഴിക്കാനുള്ളൊരു അങ്ങനത്തെ ഒരു മനോഭാവമൊന്നും ഇപ്പോൾ ഇല്ല. ചിലതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും, ചിലതിനോട് അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പ്രസാദമൊക്കെ കഴിച്ചു. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ എൻ്റെ ഉണ്ണി സർപ്രൈസായിട്ട് വന്നിരുന്നു കേട്ടോ. അവൻ വരുമെന്ന് ഞങ്ങൾക്കറിയായിരുന്നു, പക്ഷെ പറഞ്ഞ ഡേറ്റിനേക്കാളും മുന്നേ ആയിട്ട് അവൻ വന്നു. അതുകൊണ്ട് തന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, പറയാണ്ട് വന്നുകൊണ്ട് തന്നെ. പിന്നെ നമ്മൾ രാത്രിയാവാൻ വന്നുകൊണ്ട് ഫുഡൊക്കെ പുറത്തുനിന്നായിരുന്നു. എനിക്ക് കഴിക്കാൻ പറ്റാത്തറിയാം, ഞാൻ ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും കൂട്ടിയിട്ട് അങ്ങ് കഴിച്ചു വിട്ടു. അതിനൊക്കെ ഞാനൊരു ദിവസം പകരം വീട്ടിൽ നിന്നൊക്കെ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ പോയത് പെട്ടി പൊളിക്കുക എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഗൾഫിൽ നിന്ന് വന്ന പെട്ടിയൊക്കെ അങ്ങോട്ട് പൊളിച്ചു. ഞാൻ അവിടെ ഒരു സൈഡിൽ കിടന്ന് ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. പിന്നെ കൊടുന്ന സാധനങ്ങളൊക്കെ നോക്കി പിന്നെ എല്ലാവർക്കും പങ്കുവെച്ചു കൊടുത്താൽ അപ്പോൾ അത്രയേ ഉള്ളൂ.